ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അതായത് എൻ്റെ വീട്ടുകാരും ഒരുമിച്ചുള്ള ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ കൂടിയതാണ്. ഞങ്ങളിവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നാൽ മിക്കവാറും ഒരു ദിവസം ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടും കേട്ടോ. അതായത് ചേച്ചിമാരും പിന്നെ ചേച്ചിമാരും മക്കളും എല്ലാവരും കൂടി വന്നിട്ട് ഒരു ദിവസം അവിടെ ഡിന്നറൊക്കെ കഴിച്ച് അവിടെ നിൽക്കും. എന്നിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ നിന്നിട്ടാണ് എല്ലാവരും പോവുക. അങ്ങനെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇതാ കുഞ്ഞു പാവകളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ചേച്ചിമാരുണ്ട്, പിന്നെ ഇതാ ചേച്ചിയുടെ ഏട്ടൻ, ചേച്ചിയുടെ പേരക്കുട്ടികൾ, മരുമക്കൾ, അങ്ങനെ എല്ലാവരും അടങ്ങിയിട്ട് ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. കാരണം എന്നും നമ്മൾ ഈ വെക്കുന്നത് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അന്നൊരു ദിവസം റെസ്റ്റ്. അങ്ങനെ പിന്നെ പണിയെടുക്കാനും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒരു ദിവസം കൂടുകയാണ്. ഇതാ കുഞ്ഞു വാവകളെയൊക്കെ കളിപ്പിച്ചും ചിരിപ്പിച്ചുമായിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പേര് ഇൻക്ലൂഡല്ല, കുറച്ച് പേരക്കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടൽ നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഉള്ളവർ കൂടുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. പിന്നെ എല്ലാവരും വന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ അന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോരണമായിരുന്നു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, 1 by 1 ആയിട്ട്. പിന്നെ അപ്പോൾ എല്ലാവരും കുശലം ചോദിക്കലും കുട്ടികളെ കളിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക തുടരുകയാണ്. ഇത് രണ്ടും എൻ്റെ മക്കളാണ്. ഇതാ ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ചേച്ചിമാരാണ് കേട്ടോ നിൽക്കുന്നത്. 3 ചേച്ചിമാരുണ്ട്. അതിൽ ഒരാൾ ഇതിൽ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണി ആയിരുന്നു. ബിരിയാണി, പിന്നെ അതുപോലെ ചിക്കൻ കറിയും പിന്നെ സാലഡ്, പപ്പടം എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആരെങ്കിലുമൊക്കെ പോകുമല്ലോ, അതിന് മുന്നേയിട്ട് ഫോട്ടോ ഒന്ന് എടുക്കുക എന്നുള്ളത് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നിർബന്ധമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. വീഡിയോസും ഫോട്ടോസും ഉള്ളത്. അതിപ്പോൾ ഇതേപോലെ ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഒന്ന് ശീലമായിട്ടുണ്ട്, ഫോട്ടോ എടുക്കലൊക്കെ കേട്ടോ. പണ്ടൊന്നും നമുക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ, ഈ ഫോട്ടോ എടുക്കലും. ഫോണൊക്കെ വന്നതോടുകൂടിയാണ് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ഉഷാറായത്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണാം അല്ലേ, വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഇതൊക്കെ. അതും ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഞങ്ങൾ ഏട്ടനും പിന്നെ ഞങ്ങൾ 3-4 പേര് അനിയത്തിമാരുണ്ട്. 4 പേര് അനിയത്തിമാരും ഏട്ടനും പിന്നെ ഏട്ടത്തിയമ്മയും മക്കളും എല്ലാവരും കൂടിയും എന്തായാലും ഒരു ദിവസം രാത്രി അവിടെ തങ്ങും. എന്നിട്ട് നല്ലപോലെ ചിരിച്ചും കളിച്ചും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സന്തോഷമായിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയൊക്കെ നിന്നിട്ടാണ് പോരാറ്. പിന്നെ പിറ്റേ ദിവസം അടുത്തുള്ള മരാട്ടുമന എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോകും. അങ്ങനെയൊക്കെയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നമുക്ക് എല്ലാവരും കൂടിയും ആടിയും ഇരിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നും മനസ്സിന് സുഖം തരില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എപ്പോഴും എന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടികളൊക്കെ അവിടെ ആടി തിമിർക്കുന്നുണ്ട് കേട്ടോ. റീലുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആ റീലിൻ്റെ പാട്ട് ഞാൻ നെറ്റിലിട്ട വിവരം അറിയും, എനിക്ക് കോപ്പിറൈറ്റ് തരും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടത്. അപ്പോൾ അതവർ നല്ല ഉഷാറായിട്ട് റീലിടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. ഞാൻ റീലിട്ടിട്ട് പോലും എനിക്ക് കോപ്പിറൈറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് പാട്ട് ഇപ്പോൾ
കുട്ടികളെല്ലാവരും ഒരേ പ്രായക്കാരായിട്ടുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ, 5-6 പേര് ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ റീലൊക്കെ ഉണ്ടാക്കുന്നതാണിത്. അപ്പം ഞങ്ങൾ ഈ ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് വയനാട് പൂപ്പൊലി വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിലിടാം. ഞാനതിൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ് വീഡിയോസ് കുറച്ച് മാത്രം ഇപ്പോൾ ഇടുന്നുണ്ട്. അപ്പം പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഫുള്ളായിട്ട് ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഞങ്ങൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ വീട്ടിലുള്ള ആളുകളുമൊത്ത് വയനാട്ടിലേക്ക് പൂപ്പൊലി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വരും. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഹസ്ബൻഡ് മോളും ബാംഗ്ലൂരാണ്. വലിയ മോളും വരുന്നില്ല, അവൾക്ക് പിന്നെ കോച്ചിങ് കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട് ഏപ്രിൽ മേയിൽ. അപ്പോൾ അവളും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചേച്ചിമാരും ഏട്ടനും പിന്നെ കുറച്ച് പേരക്കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. ഒരു 10-18 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻക്ലൂഡ് ആവാൻ പറ്റിയിട്ടില്ല, അത് പിന്നീട് ഒരിക്കലാവാമെന്ന് വിചാരിച്ചിട്ടാണ്. സമയം ഇപ്പോൾ 6:30 കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ പുറത്തെ കാഴ്ചകൾ. നല്ല പരപര വെളുത്തു. സമയം രാവിലെ ആയി കേട്ടോ, സമയം നല്ല രാവിലെ ആയി. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നിച്ചങ്ങ് പോകാനാണ്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലാണ്. ഇവിടെ ട്രാവലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറുക ചെയ്തത്. വേറെ 2 ചേച്ചിമാരും പേരക്കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയും ഇഡ്ഡലിയും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ടുപോയിരുന്നു. സാമ്പാർ, വട എല്ലാം ഉണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എന്നൂർ പോയി. എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാസ്റ്റിലാണ് വയനാട് പൂപ്പൊലിയിലേക്ക് പോയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.